ചേച്ചി ലൂക്കാച്ചാ ആ ഗേറ്റ് ഒന്ന് തുറന്നേ. ആരാണ്? ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ ഷൂട്ടിംഗ് പാർട്ടിയാണോ? ഇത്ര നേരത്തെ വന്നാ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ? ചാൻസ് ചോദിച്ചു വന്നാണല്ലേ? എന്തായാലും നേരത്തെ വന്നത് നന്നായി, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരനെ ഇങ്ങോട്ട് കടത്തി വിടൂല. നല്ല ചിരിയാണ് കേട്ടാ. മോൻ വാ. ഇതിലൊക്കെ കയറി പറ്റാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാവേ. ഞാനും കുറച്ചാള് സീരിയലിലൊക്കെ അഭിനയിച്ചതാ. പക്ഷെ കിട്ടണതൊക്കെ വേലക്കാരി വേഷം. തുണിയലക്കല് മുറ്റവടി, മുറ്റവടി തുണിയലക്കല്. എന്നാ വല്ലതും കിട്ടുവോ? അതും ഇല്ല. പിന്നെന്തിനാ ഈ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോണത്? ജീവിതത്തിൽ തന്നെ ഈ വേഷം അങ്ങ് തുടരാന്ന് വിചാരിച്ച്. മോനിരിക്കേ. മോനെ ഇങ്ങനെ കളിച്ചു ജയ് ഹനുമാനിൽ അഭിനയിച്ചിട്ടില്ലേ? അതാണ് ഒരു മുഖപരിചയം. ആ ലൂക്കാച്ചാ, സിനിമാക്കാര് വരുന്നതിന് മുമ്പ് പിട്ടൂനെ പിടിച്ച് കൂട്ടിലിട്. ഇവിടത്തെ പട്ടിയാ, സിനിമാക്കാരെ കണ്ടൂടാ. അപ്പൊ തുടങ്ങും കൊര. കുടിക്ക്. നിങ്ങളുടെ ചായക്കട തുറന്ന് ചായ ഇട്ട് വരുമ്പോഴേ നേരെ ഉച്ചയാവും. മാത്രല്ല ക്ലാര ചേച്ചി ചായ ഇട്ട് തരുന്നത് നാളത്തെ മോഹൻലാലിനെങ്ങാനും ആണെങ്കിലാ. ഇപ്പോഴത്തെ സിനിമയുടെ കാര്യമല്ലേ, ഏത് കൊഞ്ഞാണൻ എപ്പോ വലിയ നായകനാവുന്നൊന്നും പറയാൻ പറ്റില്ല. മോൻ ചായ കൂടി. ഞാനിപ്പോ വരാവേ. ഗുഡ് മോർണിംഗ്. മച്ചാനത് വൈകി 7:30 താഴെ ഇറങ്ങിയപ്പോ വണ്ടിയില്ലായിരുന്നു. മനോട്ടം പറഞ്ഞില്ലേ? താൻ പോയില്ലേ? ഇല്ല സർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിട്ട് പോവാന്ന് വെച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ജിപ്പ് ടൈറ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അതിന്റെ തൊട്ട് മുമ്പിലൊന്നും ചവിട്ടും. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു പാസിംഗ് കൂടെ. മോനെ അത് ഡേ സീനല്ലേ? അതിന് ലൈറ്റ്സ് ഒക്കെ വേണോ? ഇല്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അത് സർ സർ, ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് കോഴ്സ്. ചാൻസലറാണോ? എന്താ അഭിനയമോഹിയാണെന്ന്. ഒരു കാര്യം ഞങ്ങൾ മാറിക്ക് എന്തെങ്കിലും പറയാം കേട്ടാ. ഓക്കെ ഷേക്കേ, ഒന്ന് വന്നാടാ. എടാ, ഈ നിക്കണവനെ ഒരു അഭിനയമോഹിയാണ്. നമ്മുടെ ഈ സീനിലെ എന്തെങ്കിലും ഒരു പാസിംഗ് കിട്ടുക. കയ്യില് അവന്റെ കയ്യിലെ വേഗം കൊടുത്താ പോരെ? ദാഹണം വാങ്ങത്തിരി കല്യാണം വേണ്ടി കൊടുക്കണത്. വല്ല ചക്കക്കുലെ തേങ്ങ എന്തെങ്കിലും എടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് കൊടുക്കും. എടാ, ജീനോട് പറയാം, സെറ്റാക്കി വെച്ചു. ശരിയാ. റെഡിയാണ് സാർ, റെഡിയാണ്. റെഡി, പാസിംഗ് റെഡി. എടാ ആരെങ്കിലും പെട്ടെന്ന് റെഡി 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 സാർ, പാസിംഗ് റെഡി. എവിടെ നോട്ടാ, നേരെ സർ. ഇപ്പൊ എന്താ ഡയലോഗ് പറയുന്നത്? ഡയലോഗ് ഒന്നുമില്ല, ഇത് ചുമ്മാ പാസിംഗ് സീനാണ്. നിനക്ക് പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ഈ പോണ വഴി, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പോണ വഴി എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷേ സിനിമയിലൊന്നും ഉണ്ടാവില്ല. നടന്നങ്ങൾ പോയാൽ മതി. പ്ലീസ് സർ, ഒരു ഡയലോഗ് ഒന്ന് പോണെന്ന്. നോക്കടാ, ശ്രദ്ധിക്കടാ. വണ്ടി ബാക്ക് എടുത്തോ. നടക്കോ. സിനിമക്ക് പറഞ്ഞുള്ള സംഭവം പുത്തം BMW ഉണ്ടെന്നാലും ടേക്ക് എന്ന് പറയുമ്പോ സ്റ്റാർട്ട് ആവില്ല. ഒരു കാര്യം കട്ട് ചെയ്യാൻ അത് വരൂല. നമുക്ക് അടുത്ത ശ്രീനേണ്ട സെക്ഷനിലേക്ക് പിന്നെ വരാത്. എടാ ക്യാമറ ഇട്ട് അപ്പുറത്തേക്ക് എടുത്തോ. വേണം, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഒരു പാസിംഗ് കൂടാനൊക്കെ പഠിച്ചിട്ട് നമുക്ക് അടുത്തെടുക്കാം. ശ്രീനേണ്ടയിലേക്ക് പോവാ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പോകണം, എപ്പോൾ പോകണമെന്ന്. പിന്നെ കിടന്ന് കുട്ടികളിച്ചോണ്ടിരിക്കണേ. സർ, ഇപ്പൊ ഈ വേഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയലോഗുള്ളൊരു വേഷം ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊന്ന് പേടിച്ചിട്ടാ. അത് നിനക്ക് ഡയലോഗ് ഇല്ലാത്തതിന്റെ ഇരുന്നാ അത് നീ എടുത്ത് ആദ്യം പറയണ്ടടാ. ആസിഫലിയുടെ റോൾ ഉണ്ടായാലും അത് ഞാൻ നിനക്ക് എടുത്ത് തരൂലേ? സർ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി നിന്നെ മേലോടെ കണ്ടുവരുത്തും. മലയാള സിനിമ ഞാൻ കാണിക്കില്ല. സാറിന്റെ ഷർട്ടും ജീൻസ് അതൊക്കെ കോസ്റ്റ്യൂം എടുത്താ മേടിച്ചിട്ട് പോവാ. ആ വന്നാബി ആരെങ്കിലും ഉണ്ടാവൂടാ സാറേ? ഈ കോസ്റ്റ്യൂമിന്റെ അടുത്തുണ്ടാവും. ഇവിടെ പറഞ്ഞാടാ, കുഴപ്പമില്ല. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നന്നായിട്ട് വരും. നീ ഉണ്ടാവില്ലേ? കാണാൻ പറ്റുമെങ്കിൽ വീട്ടാണ്. കണ്ണാണോ മേലോടത്? എനിക്ക് അല്ല, കൊല. എവിടുന്ന് വലിയ വരുന്നതാണോ അതൊക്കെ? നീ അവിടെ പോയി കിടക്കാണ്. അവിടെ പഴക്കമില്ലാതെ മനുഷ്യൻ ചെയ്ത് കളിപ്പിക്കാനായിട്ട്. ചേട്ടാ, എന്റെ ഷർട്ട്. ഷർട്ടില്ലാത്ത പഴക്കലം കൊണ്ടാണ് പോവാ. എന്താ ഷൂട്ടില്ലേ? ലെനി ചേച്ചിയുടെ ശ്രീനേന്റെ ചെറിയൊരു ഷോട്ട് കൂടെ ഉണ്ട്.
അത് കഴിഞ്ഞ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ അല്ലടാ, കോമ്പിനേഷൻ. ആ അതെ മോനെ, കാലത്ത് 7:30 മണിക്കൂടെ കൂടി എടുത്തേക്കാണ് മേക്കപ്പ് ഇട്ടിട്ട്. ഇപ്പോ മണി എത്രയെന്ന് അറിയാമോ? ആ ജീനോടൊന്ന് പറ വേഗം എടുക്കാനായിട്ട്. ഞാൻ പറയാം. നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് പ്രശ്നം ഉണ്ടാക്കണം. ലോകത്തിലെ ആകെയുള്ള ജീവികൾ സിനിമക്കാരത്ര ഉണ്ടാവുള്ളല്ലേ. ശരിക്കും പണിക്കാരെ വിളിച്ചോണ്ട് പോയിട്ട് ഇന്ന് പണിയില്ല വെറുതെ ഇരുന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാവരും ഹാപ്പി ആയിരിക്കും. അതൊന്നല്ല, വേറൊരു ടീം കൂടി ഉണ്ട്. വെറുതെ ഇരുപോട്ടെ, പെണ്ണുങ്ങളൊക്കെ ഇരിക്കും. പെണ്ണാണ്. എന്തത്ര സംശയം? വല്ലപ്പോഴൊക്കെ കൺസിഡർ ചെയ്യും അതിനെ. ഇതുവരെ പോയില്ലേ? സാർ എൻ്റെ ഡ്രസ്സും ബാഗും ഒക്കെ. ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂം റൂമിൽ കാണും. ഇനി അതിന്റെ പേര് പറഞ്ഞു കൊടുക്കണം, ചുറ്റി കളിക്കാൻ നോക്കണ്ട. പെട്ടെന്ന് പോകാൻ നോക്ക് കേട്ടാ. എന്താ ഇതിനത്? ഏയ് രാവിലെ തന്നെ പണി എന്നിട്ടേക്കാണ്. പാസിങ്ങിന് എടുത്തിട്ടേ അവന് ടേക്കിന് പോകാൻ പറ്റൂലെന്ന്. അഭിനയിക്കാൻ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണേ, ഡയലോഗ് ഉണ്ടെങ്കിൽ അവൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അഭിനയിപ്പിച്ചു നോക്കിയല്ല. എന്താണ് മച്ചൻ, എന്തായാലും പണിയൊന്നും ആർക്കെങ്കിലും പണി കൊടുക്കെങ്കിലും ചെയ്യാലോ. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അടയാറാ? ഓ, നമ്മുടെ രജനീകാന്തൊക്കെ പഠിച്ച സ്ഥലമല്ലേ. അഭിനയിക്കാനൊക്കെ അറിയോ? പുലിമുരുക്കം കണ്ട? കണ്ടു. 3 പ്രാവശ്യം. 3 പ്രാവശ്യം കണ്ട? അമ്മോ, ലാലേട്ടന്റെ കട്ട ഫാനാണ്. അവിടെ ചുമ്മാ ഒരു ടെസ്റ്റിംഗ് ആണ്. അതായത് പുലിമുരുകനില് ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സീനില്ലേ? കണ്ട പടം കണ്ട? ആ സാധനം ഒന്ന് കാണിച്ച് നോക്കട്ടെ. നല്ല സ്റ്റൈലായിട്ടിരിക്കണം. മുണ്ടൊക്കെ മടക്കി കുത്തിക്കും. ഏതാന്ന് മനസ്സിലായി? പോസ്റ്ററിലുള്ളത്. അതെ, ഭാവനയ്ക്ക് ഇഷ്ടപ്പെട്ട ഓക്കെയാണ്. കാണിക്കട്ടെ. അയ്യോ, ഇതല്ല ബാലു ഒന്ന് കാണിച്ചു കൊടുത്തത്. കണ്ടാ 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 കൈ കുത്തിക്കണ ദൂരതാണ്ടാ. അങ്ങനെ വേണം, അല്ലാതെ വെറുതെ ഹനുമാന്റെ മല മേടിച്ചോ കേറ്റി കുത്തങ്ങട്. അയ്യേ, ഇതെന്നിട്ട് അത് പട്ടിമുള്ളായിരിക്കണം. നോക്കി ഭാവന. അതെ മോനെ, വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയിക്കോ. ഇവരൊക്കെ ശരി, വേറെ സാധനം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട്. ഭയങ്കര ഘോരവനം. ഘോരവനത്തിൽ കൂടെ നടന്നു വരുന്ന ഒരാൾ. ആള് നടന്നു വരുമ്പോ കാട്ടിയാതിക്കാര് കുത്തുകൊള്ളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ബാബുവിന്റെ മനസ്സിൽ ചെയ്താൽ ഇത്ര കുത്തുകൊണ്ട് എക്സ്പീരിയൻസ് ലോകത്തുണ്ടാവില്ല. ബാബുരാജ് ഞാൻ ചെയ്യുവാണെങ്കിൽ സിൻസിയർ ആയിട്ട് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ചെയ്യും. പോട്ടെ അങ്ങാറ്റത്ത് നല്ല കാടാണ്ടത്. ആ സീനാണ്, പിടിച്ചോ. അയ്യോ, വെളിച്ചെണ്ണ പാത്രത്തിൽ പോണ്ട. ക്യാമറ റോളേ. വള്ളി തപ്പി മാറ്റി തടഞ്ഞു. ദൈവമേ, ഞാൻ പറഞ്ഞല്ലോ തമാശ കളിക്കില്ല. ഇവൻ ആള് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇത് എന്തിനിങ്ങനെ വീഴാൻ പോണേ? ആക്ടിംഗ് അല്ലേ? അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിപ്പിക്കണില്ലാന്ന് തോന്നുന്നു. ഷാജേട്ടൻ ഇവിടെ കുറിച്ച് ആരെങ്കിലും ഉണ്ടെന്നുണ്ടാ? ഒന്ന് എടുത്തു വെച്ചേക്ക്. ഇങ്ങനെയൊക്കെയാണ് വിശ്രമവേളകൾ ആനന്ദകരമാണ്. ഹലോ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. സിനിമയിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ലൈറ്റ് യൂണിറ്റ്, ആർട്ട്, കോസ്റ്റ്യൂംസ്, അങ്ങനെ ഏതെങ്കിലും കയറിപ്പറ്റി ലൊക്കേഷനിൽ പിടിച്ചിക്കാൻ പറ്റണം. എന്തും സഹിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണം. എന്നാലേ ലൈം ലൈറ്റിൽ വരാൻ പറ്റും. നല്ല ബെസ്റ്റ് സമയം. ലൈം ലൈറ്റിൽ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് പോയി. കൊള്ളാം.